ഹലോ ഫ്രണ്ട്സ്, നിഫ്റ്റി ഒരു പുതിയ ഹൈയിൽ എത്തിയിരിക്കുകയാണല്ലോ. ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും തരക്കേടില്ലാത്ത റിട്ടേൺസ് നേടി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും റിട്ടേൺസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സമയം വെച്ചുള്ള ഒരു ഗെയിം ആണെന്ന് പറയാം. എത്ര സമയം ഈ ഗെയിമിൽ പങ്കെടുക്കുന്നുവോ വിജയിക്കാനുള്ള സാധ്യത അത്രയും കൂടുതലാണ്. എന്തായാലും ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് രണ്ട് ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ആണ്: ഡെറ്റ് ടു ഫ്രീ കമ്പനീസ് ആൻഡ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ്. ഇത് രണ്ടും മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് മാർക്കറ്റിൽ നിലവിലുള്ള ടോപ്പ് 5 അണ്ടർ വാല്യൂഡ് ഡെറ്റ് ടു ഫ്രീ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനീസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores, ഡെറ്റ് ടു ഇക്വിറ്റി 0, റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 10, ലാസ്റ്റ് ഇയർ NPM മോർ ദാൻ 10 ആൻഡ് പ്രൈസ് ടു ഏർണിംഗ്സ് ലെസ് ദാൻ ഇൻഡസ്ട്രി PE. അപ്പോൾ ആദ്യം നമുക്ക് ഡെറ്റ് ടു ഫ്രീ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ബിസിനസ് ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഭൂരിഭാഗം കമ്പനികളും ലോണുകൾ എടുക്കാറുണ്ട് ഈ ബിസിനസ് ആക്ടിവിറ്റീസ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മെജോറിറ്റി കമ്പനികൾക്കും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള സാമ്പത്തിക പിൻബലം ഉണ്ടാകണമെന്നില്ല. കയ്യിലുള്ള ഫണ്ടിന്റെ ട്വൈസ്, അതായത് ഇരട്ടി വരെ മാത്രം കടമെടുക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അതായത് ബോറോഡ് ഫണ്ട് ടു ഓൺഡ് ഫണ്ട് റേഷ്യോ 2:1 വരെ ആകുന്നതാണ് നല്ലത്. ബോറോഡ് ഫണ്ട് ടു ഓൺഡ് ഫണ്ട് എന്ന ഈ റേഷ്യോയാണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് വിളിക്കുന്നത്. 2:1 കുറഞ്ഞ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്രൊഫൈൽ വളരെ നല്ലതാണ് എന്ന് പറയാം. പക്ഷേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കമ്പനികളുടെ ഡെറ്റ് 0 ആണ്. അതായത് കടം ഒന്നുമില്ലാത്ത കമ്പനികൾ. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ =0. കൊള്ളാല്ലേ പരിപാടി. ഇനി അണ്ടർ വാല്യൂഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണ്ടേ. ഇവിടുത്തെ റേഷ്യോ PE റേഷ്യോ ആണ്, പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ. ഒരു ഇൻവെസ്റ്റർ ഒരു ഷെയറിന് നൽകുന്ന വിലയ്ക്ക് പകരമായി ആ ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്ന വാല്യൂ ആണ് പ്രൈസ് ടു ഏർണിംഗ്സ്. ഇത് കമ്പനികളുടേത് മാത്രമായിട്ടല്ല, ഇൻഡസ്ട്രിയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോക്കിന്റെ PE റേഷ്യോ ആ സ്റ്റോക്ക് ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ PEയേക്കാൾ കൂടുതലാണെങ്കിൽ ആ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താ? ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള വാല്യൂവിനേക്കാൾ കൂടുതൽ വില ആ സ്റ്റോക്കിന് ഇൻവെസ്റ്റർ നൽകുന്നുണ്ട് എന്നാണ്. ഇനി ഇതേപോലെ ഇൻഡസ്ട്രി PEയേക്കാൾ കുറഞ്ഞ PE ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആണെന്നാണ് പറയാം. പക്ഷെ ശ്രദ്ധിക്കുക, PE വാല്യുവേഷൻ എന്ന മെട്രിക് സ്റ്റോക്കുകളുടെ അണ്ടർ വാല്യുവേഷൻ കണ്ടുപിടിക്കാനുള്ള മെട്രിക്കുകളിൽ ഒന്ന് മാത്രമാണ്. ഇത് മാത്രം വെച്ച് ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് December 12, 2022 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസസ് ആണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. ഇതുവരെയും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഓരോ ദിവസവും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഈ ലിസ്റ്റിലെ ആദ്യത്തെ കമ്പനി ബജാജ് ഓട്ടോ ലിമിറ്റഡ്. ബജാജ് ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ബജാജ് ഓട്ടോ. ഇത് ലോകത്തിലെ 4th ലാർജസ്റ്റ് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറേഴ്സ് ആണ്. 3 വീലേഴ്സിന്റെ കാര്യമെടുത്താൽ ലോകത്തിലെ ലാർജസ്റ്റ് മാനുഫാക്ചററും സെല്ലറുമാണ് ബജാജ് ഓട്ടോ. ഇവർ 79 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൾസർ, KTM, പ്ലാറ്റിന തുടങ്ങിയവ അതിന്റെ ചില വെൽ നോൺ ബ്രാൻഡുകളാണ്. ബജാജ് ഓട്ടോയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഫിനാൻഷ്യൽ ഇയർ 2022 മോട്ടോർ സൈക്കിൾ എക്സ്പോർട്സിന്റെ അപ്രോക്സിമേറ്റ്ലി 50% ബജാജ് ഓട്ടോയുടേതാണ് എന്നുള്ളത് തന്നെ ഈ സെഗ്മെന്റിലെ ഇവരുടെ ട്രസ്റ്റ് ആൻഡ് ഡൊമിനൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ COVID-19 ഡിസ്റപ്ഷൻ മൂലം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി വോളിയംസ് 8.1% 4 ഇയർ CAGR എന്ന നിരക്കിൽ താഴെ പോയപ്പോഴും സ്ട്രോങ് ഓവർസീസ് പ്രസൻസ് ഉള്ളതുകൊണ്ട് ബജാജ് ഓട്ടോയുടെ ടോട്ടൽ സെയിൽസ് വോളിയംസ് വെറും 4.6 4 ഇയർ CAGR എന്ന നിരക്കിൽ മാത്രമാണ് കുറഞ്ഞത്. ഇതിനു പുറമെ ഫിനാൻഷ്യൽ ഇയർ 2022 പ്രകാരം അപ്രോക്സിമേറ്റ്ലി 60% മാർക്കറ്റ് ഷെയറോടെ ഈ കമ്പനിയാണ് ഡൊമസ്റ്റിക് 3 വീലർ സെഗ്മെന്റിലെ സിംഗിൾ ലാർജസ്റ്റ് പ്ലെയർ. 3 വീലർ സെഗ്മെന്റിൽ വരുന്ന പാസഞ്ചർ വെഹിക്കിൾ കാറ്റഗറിയാണ് ബജാജ് ഓട്ടോയുടെ 3 വീലർ വോളിയത്തിന്റെ 80% ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ സെഗ്മെന്റിന് കീഴിൽ കമ്പനിക്ക് 70.9% മാർക്കറ്റ് ഷെയർ ഉണ്ട് മാർച്ച് 31, 2022 പ്രകാരം. ഇനി ഈ കമ്പനിയുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റു പല കമ്മോഡിറ്റി ആൻഡ് ഗൂഡ്സ് ബേസ്ഡ് ബിസിനസ് പോലെ തന്നെ ബജാജ് ഓട്ടോക്കും ഇൻപുട്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഉയർന്ന റോ മെറ്റീരിയൽ പ്രൈസസും കുറഞ്ഞ ഡിമാൻഡും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കാരണം ഇൻഫ്ലേഷനും സ്ലോ ഗ്രോത്തും പോലുള്ള മാക്രോ എക്കോണമിക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ കമ്പനി ശക്തമായ കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. ഇന്ത്യൻ 2 വീലർ മാർക്കറ്റ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയി തന്നെ തുടരുകയാണ്. ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹീറോ മോട്ടോകോപ്പ്, TVS മോട്ടോഴ്സ് ലിമിറ്റഡ് ഇവരൊക്കെ ഇതിലുണ്ട്. ഇവരൊക്കെ പുതിയ മോഡൽസ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. മറ്റൊരു വീക്ക്നെസ് ഉള്ളത് കൺസ്യൂമേഴ്സ് EVs അഥവാ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറുന്നതാണ്. ഇലക്ട്രിസിറ്റി കൊണ്ട്
കൊണ്ട് ഓടുന്നു എന്ന് മാത്രമല്ല എക്സ്ട്രീംലി എൻവയോൺമെന്റ് ഫ്രണ്ട്ലിയുമാണ് EVs. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന നിലയിൽ ആളുകൾ ഈ വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട്. പിന്നെ 2 വീലർ സ്പേസിലേക്ക് വന്നാൽ ബജാജ് ഓട്ടോ വെറും 3% മാർക്കറ്റ് ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട്. ആൻഡ് ഡിമാൻഡ് വേവിൽ നിന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇവർക്ക് ആകുന്നുമില്ല. ബജാജ് ഓട്ടോയുടെ ഇൻഡസ്ട്രി PE 21.4% ആണ്. ഇത് കമ്പനി PE ആയ 18.93യേക്കാൾ കൂടുതലാണ്. ഇനി കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ദ സ്ക്രീൻ. Current market price 3,596.75 rupees, PE ratio 18.93, industry PE 21.4, debt to equity 0, 5-year sales CAGR 8.79%, return on equity 19.01%, 1-year returns 9.94%, 5-year CAGR returns 2.61, 200 DMA 3,720.93, RSI 40.7. ഇതിൽ നമ്മൾ 2 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രൈസസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജും RSIയും. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 200 DMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി പ്രൈസ് 200 DMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ബെയറിഷ് ആണെന്ന് പറയാം. ഇനി RSIയിലേക്ക് വന്നാൽ 30-ന് താഴെയുള്ള RSI വാല്യൂ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഓവർസോൾഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം. അതായത് ഒരു ഡൗൺ ട്രെൻഡ് ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചേക്കാം. ഇതേപോലെ RSI വാല്യൂ എബോവ് 70 ആണെങ്കിൽ അത് ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം. ഇനി നമുക്ക് രണ്ടാമത്തെ കമ്പനിയിലേക്ക് പോകാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL. ഇതൊരു ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡും എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡും കൂടി ചേർന്ന് 1964 ഇത് സ്ഥാപിച്ചത്. ഡിസൈൻ, ഡെവലപ്മെന്റ്, മാനുഫാക്ചർ, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഓഫ് എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റേഴ്സ്, എഞ്ചിൻസ്, പിന്നെ ഏവിയോണിക്സ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ആക്സസറീസ് പോലെയുള്ള റിലേറ്റഡ് സിസ്റ്റംസ്. ഇതൊക്കെയാണ് കമ്പനിയുടെ ബിസിനസ്. കമ്പനിക്ക് 4 പ്രൊഡക്ഷൻ കോംപ്ലക്സസ് ഉണ്ട്. ബാംഗ്ലൂർ കോംപ്ലക്സ്, മിഗ് കോംപ്ലക്സ്, ഹെലികോപ്റ്റർ കോംപ്ലക്സ് ആൻഡ് ആക്സസറീസ് കോംപ്ലക്സ്. ഇതിന്റെ കൂടെ ഒരു ഡിസൈൻ കോംപ്ലക്സും ഉണ്ട്. ഇനി സ്ട്രെങ്ത്തുകൾ നോക്കാം. HALന് ഒരു സ്ട്രോങ് ആൻഡ് ഹെൽത്തി ഓർഡർ ബുക്ക് ഉണ്ട്. അതായത് കമ്പനിയുടെ പ്രൊഡക്ട്സിന്റെ ഓർഡേഴ്സ് നന്നായി തന്നെ വരുന്നുണ്ട്. ഈ ഓർഡറുകൾ റവന്യൂവിലും പ്രോഫിറ്റ്സിലും റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫിനാൻഷ്യൽ ഇയർ 2023 ഫസ്റ്റ് ഹാഫിലെ 860 ഫ്രഷ് മാനുഫാക്ചറിംഗ് കോൺട്രാക്ട്സ് അടക്കം കമ്പനിക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഏവിയേഷൻ പ്രൊഡക്ട്സിന്റെ മുഴുവൻ വാല്യൂ ചെയിനിലും ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി HAL അതിന്റെ കാപ്പബിലിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസൈൻ, ഡെവലപ്മെന്റ്, മാനുഫാക്ചറിംഗ്, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഓഫ് ദ ഏവിയേഷൻ പ്രൊഡക്ട്സ് ഇതൊക്കെയാണ് ആ ഫംഗ്ഷൻസ്. കമ്പനിക്ക് 20 പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓവർഹോൾ ഡിവിഷൻസ് ഉണ്ട്. 10 R&D സെന്റേഴ്സ് സ്ട്രാറ്റജിക്കലി തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തുടനീളമായി പ്രൊഡക്ഷൻ ഡിവിഷൻസും ഉണ്ട്. അങ്ങനെ ട്രാൻസ്പോർട്ട് ആൻഡ് ഫ്രൈറ്റ് കോസ്റ്റ് ലാഭിക്കാനും സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നു. HAL നിലനിൽക്കുന്നത് തുടർച്ചയായി മാറ്റങ്ങളും ടെക്നോളജി ഇംപ്രൂവ്മെന്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ് ആവേണ്ടതും മാറ്റങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക്. ഇത് ഉറപ്പാക്കാനായി കമ്പനി തുടർച്ചയായി ഇവരുടെ 10 R&D സെന്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയുടെ റവന്യൂവിന്റെ മോർ ദാൻ 90% വരുന്നത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ നിന്നുള്ള സെയിൽസിൽ നിന്നാണ്. ഈ അഗ്രിമെന്റ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ഫണ്ടിംഗ് വരുന്നത് ബജറ്റും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്റെ പല വിങ്ങുകൾക്കുള്ള അലോക്കേഷനും അനുസരിച്ചാണ്. കമ്പനി മുൻകാലങ്ങളിൽ പേയ്മെന്റ് ഡിലേസ് നേരിട്ടിട്ടുണ്ട്. ഇത് റിസീവബിൾസ് കുമിഞ്ഞുകൂടുന്നതിനും പുറത്തു നിന്നും കടമെടുക്കാനും കാരണമായിട്ടുണ്ട്. ഓർഡേഴ്സ് കൃത്യമായ ഡെഡ് ലൈനുകളും പ്രീ ഡിഫൈൻഡ് മാർജിൻസും ഫോളോ ചെയ്യണം എന്നുള്ളത് കൊണ്ട് കമ്പനിയുടെ ഓപ്പറേഷൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇപ്പോഴും ഡിലേസ് ആൻഡ് പ്രൈസ് ഇൻക്രീസസ് നേരിടുന്നുണ്ട്. മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന വർധനവ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുകയും ചെയ്യാം. ഇതിനു പുറമെ ഗവൺമെന്റ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അയവ് വരുത്തിയപ്പോൾ ഫോറിൻ കമ്പനീസിന് ഇന്ത്യയിലേക്ക് എളുപ്പത്തിൽ എൻട്രൻസ് കിട്ടി. അങ്ങനെ HALന്റെ കോമ്പറ്റീഷൻ കൂടി ഫ്രം ഫോറിൻ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ദെയർ അലയൻസ് വിത്ത് ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനീസ്. ഇതുകൂടാതെ ഡിഫൻസ് പ്രൊഡക്ഷനിൽ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇനി ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സ്ക്രീനിൽ നോക്കാം. Current market price 2,713.4 rupees, PE ratio 15.84, industry PE 22.04, debt to equity 0, 5-year sales CAGR 6.52, return on equity 29.37, 1-year returns 113.98%, 5-year CAGR returns 23.44%, 200 DMA 2108.41, RSI 56.3. ഈ കമ്പനിയുടെ ഇൻഡസ്ട്രി PE 22.04 ആണ്. ഇത് കമ്പനി PE ആയ 15.84നേക്കാൾ കൂടുതലാണ്. തേർഡ് കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 1954 CSF ഫ്രാൻസുമായി അസോസിയേറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് നവരത്ന PSUവും എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയും കൂടെയാണ്.
ഇന്ത്യൻ ഡിഫൻസ് സർവീസിന്റെ സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ് റിക്വയർമെന്റ്സ് കാറ്റർ ചെയ്യാൻ വേണ്ടിയാണ് കമ്പനി എസ്റ്റാബ്ലിഷ് ആയത്. മാർച്ച് 31, 2022 കണക്ക് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിൽ 51.14% ഇക്വിറ്റി സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലേക്ക് ഡിഫൻസ് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ് സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡൊമസ്റ്റിക് സപ്ലയേഴ്സ് എന്ന നിലയിൽ ഈ കമ്പനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിഷനായ ആത്മനിർഭർ ഭാരത് വഴി കമ്പനിക്ക് അതിന്റെ 78% സെയിൽസ് റവന്യൂ വരുന്നത് ഇൻഡിജിനസ് ടെക്നോളജീസിലൂടെയാണ്. മാത്രമല്ല ഇൻ ഹൗസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വെൻഡർ ഡെവലപ്മെന്റിലൂടെ ക്രിട്ടിക്കൽ സബ് സിസ്റ്റംസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷനായി കമ്പനി മാറിയിട്ടുണ്ട്. ഇനി സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ബിസിനസ്സിലുള്ള ഗവൺമെന്റ് ഓണർഷിപ്പ് തന്നെയാണ്. നോമിനേറ്റഡ് ബേസിസിൽ ഒരു നല്ല നമ്പർ ഓഫ് ഓർഡേഴ്സ് വരുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. ഇതൊരു സ്റ്റഡി റവന്യൂ സ്ട്രീമും ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ വിയറ്റ്നാം, ശ്രീലങ്ക, ഒമാൻ, സിംഗപ്പൂർ, ന്യൂയോർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ഇവരുടെ ഓവർസീസ് മാർക്കറ്റിംഗ് ഓഫീസസ് ഫുള്ളി ഓപ്പറേഷണൽ ആയതുകൊണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് ജിയോഗ്രഫിക്കലി എക്സ്പാൻഡിംഗ് ആണിപ്പോൾ. മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ഹൈ എൻട്രി ബാരിയർ ആണ്. മറ്റൊരു പ്ലെയറിന് മാർക്കറ്റിലേക്ക് കയറി ആംഡ് ഫോഴ്സുമായി ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കാലങ്ങൾ കൊണ്ടുണ്ടാക്കിയ ക്വാളിറ്റിയുടെ കാര്യത്തിലും BEL അടിപൊളിയായി മുന്നോട്ട് പോകുന്നുണ്ട്. റവന്യൂ മിക്സ് ഇല്ല എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു വലിയ റിസ്ക്. ഇന്ത്യൻ ഡിഫൻസ് സർവീസ് ആണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ പ്രധാനപ്പെട്ട കസ്റ്റമർ. അപ്രോക്സിമേറ്റ്ലി 80% ടേൺ ഓവർ ഇവരിൽ നിന്നുമാണ് വരുന്നത്. ഇത് കമ്പനിക്ക് വലിയ കോൺസെൻട്രേഷൻ റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഡിഫൻസ് ഫോഴ്സിലെ പ്രൊക്യൂർമെന്റ് പോളിസികളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഡിഫൻസ് സ്പെൻഡിങ്ങിൽ സിഗ്നിഫിക്കൻ്റ് ആയ വെട്ടിച്ചുരുക്കലുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഓർഡറിൽ സാരമായ ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുകയും ബിസിനസ്സിൽ പ്രഷർ ചെലുത്തുകയും ചെയ്യും. എങ്കിലും ഈ ഒരു റിസ്ക് കുറക്കാൻ വേണ്ടി ഭാരത് ഇലക്ട്രോണിക്സ് മീഡിയം ടേമിൽ നോൺ ഡിഫൻസ് റവന്യൂസിന്റെ ഷെയർ 25% കൂട്ടാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒരു PSU എന്ന നിലയിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അതിന്റെ പ്രോഫിറ്റിൽ കൂടുതലും ഡിവിഡൻഡ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഹൈ ഡിവിഡൻഡ് സ്റ്റോക്ക് നോക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു അട്രാക്റ്റീവ് സൈൻ ആണെന്നിരിക്കെ തന്നെ ഷെയർ പ്രൈസിലെ ഇൻക്രീസ് പതുക്കെ ആയിരിക്കും എന്നും കൂടെ ഇതിന് കൂടെയുണ്ട്. ഇതിന് കാരണം പിന്നീട് ഇൻവെസ്റ്റ്മെന്റ്സ് ആയി ഉപയോഗിക്കാൻ പറ്റുന്ന അവരുടെ പ്രോഫിറ്റിന്റെ ഭൂരിഭാഗവും ഡിവിഡൻഡ് ആയിട്ടാണ് പേ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ബിസിനസ് വളരില്ല എന്നല്ല, പക്ഷേ BELന്റെ ഗ്രോത്ത് മറ്റു സെക്ടേഴ്സിന്റെ വളർച്ചയുമായി കമ്പയർ ചെയ്യുമ്പോൾ പതുക്കെ ആയിരിക്കും എന്ന് മാത്രം. ഇനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. Current market price 104.55, PE ratio 28.32, industry PE 40.11, debt to equity 0, 5-year sales CAGR 12.16%, return on equity 20.51%, 1-year returns 54.11%, 5-year CAGR returns 11.83, 200 DMA 92.04, RSI 14, 44.5. ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഇൻഡസ്ട്രി PE 40.11 ആണ്. കമ്പനിയുടെ PE 28.32% ആണ്. അതായത് കമ്പനി PE ഇൻഡസ്ട്രി PE കുറവാണ്. നാലാമത്തെ കമ്പനി ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്. ബജാജ് ഓട്ടോ ലിമിറ്റഡിൽ നിന്നും ഡീമർജ് ചെയ്ത് ഉണ്ടായതാണ് ബജാജ് ഹോൾഡിംഗ്സ്. ഈ ഡീമർജിങ്ങിലൂടെ മാനുഫാക്ചറിംഗ് അണ്ടർടേക്കിംഗ് ബജാജ് ഓട്ടോ ലിമിറ്റഡിലേക്കും വിൻഡ് ഫാം ബിസിനസ്സും ഫിനാൻഷ്യൽ സർവീസ് ബിസിനസ്സും അടക്കമുള്ള സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് ബജാജ് ഫിൻസർവ് ലിമിറ്റഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അതേസമയം ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. റിസർവ് ബാങ്ക് വഴി ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കമ്പനിയുടെ സ്ട്രെങ്ത്തുകൾ നമുക്കിനി നോക്കാം. ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വളരെ വലുതാണ്. ഇൻകത്തിൽ നിന്ന് എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയാവുന്ന പൈസയാണല്ലോ പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് എന്നാണ്. സ്വാഭാവികമായും മാർജിൻ കൂടുതലാകുന്നതാണ് ബെറ്റർ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ് ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സ്പെൻസസ് ആണ്. ഇവിടെ ഓപ്പറേറ്റിംഗ് എന്ന വേർഡ് കൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത് എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളെയുമാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് ഇതിലില്ല. ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡിന്റെ Q2 ഫിനാൻഷ്യൽ ഇയർ 23 OPM എന്ന് പറയുന്നത് 81% ആണ്. ഇനി വീക്ക്നെസ്സസ് നോക്കാം. കമ്പനി അതിന്റെ ക്യാപിറ്റൽ എഫിഷ്യന്റ് അല്ലാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇൻവെസ്റ്റേഴ്സ് ബജാജ് ഹോൾഡിങ്ങിനേക്കാൾ മറ്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെ ചൂസ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ 5 വർഷമായി കമ്പനിക്ക് -10% നെഗറ്റീവ് കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളതെന്നും കാണാൻ പറ്റും. ഇതൊരു വാർണിംഗ് സൈൻ ആണ്. ഇതിനൊപ്പം കഴിഞ്ഞ 2 വർഷമായി റിട്ടേൺ ഓൺ ഇക്വിറ്റി, ROCE, ROA എന്നിവ ഡിക്ലൈനിങ് ആയിരുന്നു. അതുകൊണ്ട് കമ്പനി അതിന്റെ ഫിനാൻഷ്യൽ പ്രൊഫൈലിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. Current market price 6,210.5 rupees, PE ratio 16.28, industry PE 26.19, debt to equity 0, 5-year sales CAGR -10.48,
Return on equity 10.14, 1-year returns 17.53%, 5-year CAGR returns 17.06%, 200 DMA 5741.88, RSI 40.5. ഈ കമ്പനിയുടെ ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 26.19 ആണ്. കമ്പനിയുടെ PE 16.28 ആണ്. അതായത് കമ്പനിയുടെ PE ഇൻഡസ്ട്രി PEയേക്കാൾ കുറവാണ്. ഇനി ലാസ്റ്റ് കമ്പനി മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തത് 1934ലാണ്. 1960ൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. കമ്പനി പ്രധാനമായി എൻഗേജ് ചെയ്തിരിക്കുന്നത് കപ്പലുകളുടെയും മുങ്ങിക്കപ്പലുകളുടെയും മറ്റു പലതരത്തിലുള്ള വെസൽസിന്റെയും നിർമ്മാണത്തിലും റിപ്പയറിംഗിലുമാണ്. കൂടാതെ പല ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ക്ലയൻസിനുള്ള എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻസും ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യൻ നേവി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ക്ലയന്റ് ആണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇനി കാണുന്നത് പോലെയാണ്. കമ്പനിക്കൊരു ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് ക്യാപിറ്റലും ടൈം റിക്വയർമെന്റും വളരെ അധികം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ നേവൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കൂടെയായ മുംബൈയിലാണ് കമ്പനിയുടെ ഡോക്ക് യാർഡ്. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇത് സീ റൂട്ട് വഴി ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല യൂറോപ്പും വെസ്റ്റ് ഏഷ്യയിലും പസഫിക് റിമ്മുമായും ഇത് വെൽ കണക്റ്റഡുമാണ്. ഇവരുടെ കസ്റ്റമേഴ്സ് ആയ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ മറ്റു വെൻഡേഴ്സും മുംബൈക്ക് അകത്തും പരിസരത്തുമായാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർഡിനേഷനും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസീസും മികച്ചതാക്കാൻ പാകത്തിൽ ഇവർ പ്ലേസ്ഡ് ചെയ്തിരിക്കുകയാണെന്ന് പറയാം. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗിന്റെ 84% സ്റ്റേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇത് സബ്സിഡീസിന്റെയും ഫിനാൻഷ്യൽ ആൻഡ് അഡ്വൈസറി സപ്പോർട്ടിന്റെയും കാര്യത്തിൽ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി വീക്ക്നെസ്സസ് നോക്കാം. ഇതൊരു സൈക്ലിക്കൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ക്ലയൻസിന് വേണ്ട എൻഡ് പ്രൊഡക്ട്സും സർവീസസും എക്കണോമിക് ആക്ടിവിറ്റിയുടെ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. എക്കോണമി ഒരു സ്ലോ ഡൗണിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് ഡിമാൻഡിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുകയും അതുവഴി കമ്പനിയുടെ റവന്യൂസിനെ ബാധിക്കുകയും ചെയ്യും. മറ്റൊരു വീക്ക്നെസ്, ഒരു രാജ്യത്തിന് കീപ്പ് ചെയ്യാൻ പറ്റുന്ന വാർ ഒബ്ജക്ട്സിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന കുറെ വാർ പോളിസീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാർഷിപ്പുകളുടെയും മുങ്ങിക്കപ്പലുകളുടെയും പ്രൊഡക്ഷന് ലിമിറ്റഡ് ആണ്. ഒരു പരിധിക്കപ്പുറം ഈ പ്രൊഡക്ഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. Current market price 883.2 rupees, PE ratio 23.63, industry PE 42.57, debt to equity 0, 5-year sales CAGR 10.19%, return on equity 19.1%, 1-year returns 243.87%, 200 DMA 480.79, RSI 14, 59.3. ഈ കമ്പനിയുടെ ഇൻഡസ്ട്രി PE 42.57 ആണ്. അതേസമയം കമ്പനി PE 23.63 ആണ്. ഇവിടെയും കമ്പനിയുടെ PE ഇൻഡസ്ട്രി PEയേക്കാൾ വളരെയധികം കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് 5 ഡെറ്റ് ഫ്രീ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകിയിട്ടില്ല. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.